സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് കാസർഗോഡ് കാലിക്കടവിൽ എന്റെ കേരളം പ്രദർശന വിപണന മേള ആരംഭിച്ചു. വിവിധ സർക്കാർ വകുപ്പുകളും സ്ഥാപനങ്ങളും ചേർന്നൊരുക്കുന്ന മേള സന്ദർശകർക്ക് വേറിട്ട അനുഭവമാണ് സമ്മാനിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് കാസർഗോഡ് കാലിക്കടവ് മൈതാനിയിൽ ഒരുക്കിയ എന്റെ കേരളം പ്രദർശന വിപണന മേള എന്ന് പറയുന്നത് അത്ഭുതങ്ങളുടെ ഒരു ലോകമാണ്. ഒരുപാട് കാഴ്ചകൾ, അതോടൊപ്പം തന്നെ വിനോദം, വിജ്ഞാനം, ഭക്ഷണം, ഷോപ്പിംഗ്, അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിക്കുന്ന ഒരു പ്രദർശനം കൂടിയാണ് കാലിക്കടവ് മൈതാനിയിൽ ആരംഭിച്ചിട്ടുള്ളത്. നമുക്കതിന്റെ കാഴ്ചകളും വിശേഷങ്ങളും കാണാം. ശീതീകരിച്ച പ്രദർശന ഹാളിന്റെ അകത്തേക്ക് കയറിയാൽ ആദ്യം തന്നെ കാണുന്നത് സർക്കാരിന്റെ നേട്ടങ്ങൾ. കഴിഞ്ഞ 10 വർഷത്തെ അല്ലെങ്കിൽ 9 വർഷത്തെ LDF സർക്കാരിന്റെ നേട്ടങ്ങൾ, 10ാം വർഷത്തിലേക്ക് കടക്കുന്ന LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ, അതോടൊപ്പം തന്നെ ക്ഷേമ പദ്ധതികളെല്ലാം തന്നെ അടയാളപ്പെടുത്തുന്ന ഒരു സ്റ്റാളാണ് ഏറ്റവും ആദ്യമുള്ളത്. അവിടെ പല രീതിയിൽ ചിത്രങ്ങളായും അതോടൊപ്പം തന്നെ വീഡിയോ ദൃശ്യങ്ങളായും വിവിധ പ്രസന്റേഷനുകളായും ഈ സംസ്ഥാന സർക്കാരിന്റെ എല്ലാ തരത്തിലുള്ള നേട്ടങ്ങളുമാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അത് കണ്ടും കേട്ടും അതോടൊപ്പം തന്നെ വായിച്ചു മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പ്രദർശന ഹാളിന്റെ അകത്തേക്ക് പ്രവേശിക്കേണ്ടത്. കായിക കേരളത്തെ അടയാളപ്പെടുത്തുന്ന ഒരു സ്റ്റോളാണിത്. ഇവിടെ കേരളം കായിക മേഖലയിൽ കൈവരിച്ച നേട്ടങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കാനുള്ള അവസരമുണ്ട്. അതോടൊപ്പം തന്നെ വേണമെങ്കിൽ ചില കായിക ഇനങ്ങളിൽ ഒരു കൈ നോക്കാനുള്ള അവസരം കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അമ്പെയ്ത്ത്, അതോടൊപ്പം തന്നെ പെനാൽറ്റി ഷൂട്ടൗട്ട്, ബാസ്കറ്റ് ബോൾ തുടങ്ങിയവയിൽ ഇവിടെ എത്തുന്ന കുട്ടികൾക്കെല്ലാം തന്നെ ഒരു ശ്രമം നടത്താനുള്ള അവസരം കൂടി ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ എത്തുന്ന ആളുകളെ, കുട്ടികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു ഏരിയയാണ്, ഒരു വിഭാഗമാണ് ഇവിടെ കായിക വകുപ്പ് ഒരുക്കിയിട്ടുള്ളത്. നമ്മളെ വരും തലമുറക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്ക് കളിച്ചു വളരുക എന്നുള്ളത് പഠിത്തത്തിനോ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. ഞങ്ങളൊക്കെ ഇപ്പോൾ സ്പോർട്സിൽ വർഷങ്ങളായിട്ട് കളിക്കുന്ന വിദ്യാർത്ഥികളാണ്. അപ്പം ഡയറക്റ്റ് രക്ഷിതാക്കൾക്കടക്കം ഇങ്ങനെ ഒരു അവസരം കാണിച്ചു കൊടുക്കുകയാണ് നമ്മളവർക്ക്. ഇന്ന സാധ്യതകൾ അവർക്ക് ചെറിയ ചെറിയ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിലൂടെ ഭാവിയിലേക്ക് ഇതിൻ്റെ സ്പോർട്സിൻ്റെ ഗ്രേസ് മാർക്ക്, അതേപോലെ തന്നെ ആരോഗ്യപരമായ ഗുണങ്ങളും ഒക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുള്ള ഒരു ശ്രമമാണിത്. അപ്പോൾ കുട്ടികളെ ഇതിലേക്ക് ആകർഷിക്കുക, അവർക്ക് ആകർഷകമായ ഗിഫ്റ്റ് കൊടുക്കുക, അതേപോലെ ഇതിലേക്ക് വരും തലമുറകളെ ഇതിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ശ്രമം സ്പോർട്സ് കൗൺസിലിൻ്റെ. കേരളത്തിൽ ഇന്ന് നഗരങ്ങളിലായാലും നാട്ടുമ്പുറങ്ങളിലെല്ലാം ആയാലും എവിടെ നോക്കിയാലും മികച്ച പാലങ്ങളും റോഡുകളും എല്ലാം തന്നെയാണുള്ളത്. ഈ പ്രദർശനമേളയിൽ പൊതുമരാമത്ത് വകുപ്പ് ഒരുക്കിയിട്ടുള്ള ഒരു മേൽപ്പാലത്തിന് മുകളിലാണ് ഞാനുള്ളത്. ഇവിടെ ഈ മേൽപ്പാലം കയറി ഇറങ്ങി വേണം ഈ പ്രദർശനത്തിലുള്ള മറ്റ് സ്റ്റാളുകളിലേക്ക് പോകുന്നതിന്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ചിത്രം കിട്ടുന്നുണ്ട്. മാത്രമല്ല ടൂറിസം വകുപ്പ് ഒരുക്കിയിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള കേരളത്തിൻ്റെ തനിമ അടയാളപ്പെടുത്തുന്ന ചില കാഴ്ചകൾ ഇവിടെ നിന്നും കാണാൻ കഴിയുന്നുണ്ട്. അത്തരത്തിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി വിവിധ സർക്കാർ വകുപ്പുകളുടെ വിവിധ സ്റ്റാളുകളാണ്. അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള അതിമനോഹരമായിട്ടുള്ള സ്റ്റാളുകളാണ് ഇനി മുതൽ അങ്ങോട്ടേക്ക് ഉള്ളത്. സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെ നേട്ടങ്ങളെല്ലാം തന്നെയും ഇവിടെ നേരിട്ട് മനസ്സിലാക്കാനുള്ള അവസരമാണ് ഈ പ്രദർശനത്തിൽ ഒരുക്കിയിരിക്കുന്നത്. അപകടങ്ങളിലും ദുരന്തങ്ങളിലുമെല്ലാം കേരളത്തെ കരുതലോടെ കാക്കുന്ന പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും എക്സൈസിൻ്റെയും തുടങ്ങി വിവിധ സേനകളുടെ സ്റ്റോളുകളാണ് ഒരു ഭാഗത്ത് ഒരുക്കിയിട്ടുള്ളത്. ഈ സേനകളിൽ ഉപയോഗിക്കുന്ന അത്യാധുനിക സൗകര്യങ്ങൾ ഉൾപ്പെടെ ഇവിടെ എത്തുന്നവർക്ക് കാണാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് ഏറ്റവും ഇങ്ങനെയുള്ള പല പ്രളയം ഉൾപ്പെടെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഈ സേനയാണ് കേരളത്തെ കരുതലോടെ കാത്തുകയും കൈപിടിച്ചുയർത്തുകയും ചെയ്യുന്നത്. അവരുപയോഗിക്കുന്ന ആധുനിക സംവിധാനങ്ങൾ വരെ ഇവിടെ എത്തുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള വിപുലമായിട്ടുള്ള ഒരു സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്.
മേളയിലെ ആളുകളെ കൂടുതലായി ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. കേരളത്തിൻ്റെ തനത് വിഭവങ്ങളും അതോടൊപ്പം തന്നെ വലിയ രുചി കലവറ ഒരുക്കിക്കൊണ്ടാണ് ഈ പ്രദർശന മേളയുടെ ഭാഗമായിട്ടുള്ള ഫുഡ് സ്റ്റാളുകൾ ഒരുക്കിയിട്ടുള്ളത്. വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾ, കേരളത്തിൻ്റെ തനത് വിഭവങ്ങൾ രുചിക്കാനുള്ള അനുഭവിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് പ്രദർശന മേളയുടെ ഭാഗമായി ഒരുക്കിയ ഈ ഫുഡ് സ്റ്റാളിലുള്ളത്. അത്തരത്തിൽ കാണാനും മനസ്സിലാക്കാനും അനുഭവിക്കാനും അനുഭവിച്ചറിയാനും കഴിയുന്ന വിധത്തിലാണ് ഈ പ്രദർശന വിപണന മേള ഒരുക്കിയിട്ടുള്ളത്. ആദ്യ ദിവസം തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് ഈ പ്രദർശന മേളയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഇവിടേക്ക് ആയിരക്കണക്കിന് ആളുകൾ എത്തിക്കൊണ്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാസർഗോഡ് കാലിക്കടവ് മൈതാനിയിൽ നിന്നും ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം എം സന്തോഷ്.